മുന്നേയുള്ള വീഡിയോസിൽ പറയും പോലെ തന്നെ അണ്ടർ സ്കേർട്ട് ബെല്ലി ബട്ടൻ്റെ തൊട്ട് താഴെയായിട്ട് ഫിക്സ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് കെട്ട് ഞാൻ പുറകിൽ കൊടുത്തിട്ട് നമ്മൾ സാരി ഉടുക്കാൻ തുടങ്ങുമ്പോൾ ഇതുപോലൊരു കെട്ടിട്ടിട്ട് വലതുവശത്തായിട്ട് ടക്കിങ് ചെയ്ത് ഒരു റൗണ്ട് ഇങ്ങനെ ചുറ്റിയെടുത്ത ശേഷം മുന്താണിയുടെ പോർഷനാണ് അടുത്തിടേണ്ടത്. രണ്ടാമത്തെ റൗണ്ട് ചുറ്റിയെടുത്ത ശേഷം മുന്താണി എടുക്കുക. മുന്താണി ചെറിയ രീതിയിലോ വലിയ രീതിയിലോ ഒക്കെ നമുക്കതിൻ്റെ പ്ലീറ്റ് എടുക്കാം. ജസ്റ്റ് ഷോൾഡറിലേക്ക് ഇട്ട് കൊടുക്കുക. പ്ലീറ്റ് എടുത്ത് അറേഞ്ച് ചെയ്ത ശേഷം ഷോൾഡറിലേക്ക് ഇട്ട് കൊടുക്കുക. ഷോൾഡറിലേക്ക് ഇടുന്ന സമയത്ത് പുറകിലുള്ള മുന്താണിയുടെ ഇറക്കം നോക്കുക. വീണ്ടും കുറച്ചുകൂടെ ഇറക്കം വേണമെങ്കിൽ അതിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്ലീറ്റ് വീണ്ടും എടുത്ത് ബാക്കിലേക്ക് പതുക്കെ ഇറക്കി കൊടുക്കുക. എപ്പോഴും മുന്താണിയുടെ ഇറക്കം കാഫിനും മുട്ടിൻ്റെ താഴെ കാഫിനും മുട്ടിനും ഇടയിലായിട്ട് വേണം മുന്താണിയുടെ ഇറക്കം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഈ ഫ്രണ്ട് പ്ലീറ്റ് അറേഞ്ച് ചെയ്തതിന് ശേഷം ഷോൾഡറിൻ്റെ നേരെയും ഷോൾഡറിൻ്റെ പുറകിലായിട്ടും 2 പിൻ കൊടുക്കുക. ഒന്ന് ഇവിടെയും ഒന്ന് പുറകുവശത്ത്. അപ്പം ഞാൻ ഈ ബോർഡർ ഒന്നുകൂടെ അറേഞ്ച് ചെയ്യുവാണ്. അറേഞ്ച് ചെയ്ത ശേഷം ഞാൻ ഇവിടെയായിട്ട് ഒരു പിൻ കൊടുക്കുകയാണ്. പുറകിലായിട്ട് ഒരു പിൻ കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ നേർക്കായിട്ട് ഒരു പിൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ മുന്താണി ഒന്നുകൂടെ അറേഞ്ച് ചെയ്യുവാണ്. ശേഷം ഇതിൻ്റെ ബോർഡർ ഞാനിപ്പോൾ ഇവിടെ പിൻ കൊടുത്തു. അതിനുശേഷം ഈ പ്ലീറ്റുകൾ അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്യുന്നതിൻ്റെ കൂടെ ഈ ബോർഡർ പിടിച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. കൊണ്ടുവന്ന ശേഷം വലതുവശത്തേക്ക് പിടിക്കുക. ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് സൈഡ് പ്ലീറ്റ് ഫോം ചെയ്യും. അത് നമ്മൾ ഒന്നുകൂടെ അറേഞ്ച് ചെയ്തിട്ട് വലതുവശത്തേക്ക് പിൻ ചെയ്യും. പിൻ ചെയ്യുന്ന സമയത്ത് സ്കേർട്ടിൻ്റെ പിൻഭാഗത്തുനിന്ന് പിടിച്ചിട്ട് വേണം ഇവിടെ പിൻ ചെയ്യേണ്ടത്. പിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബോർഡർ എടുക്കുക. നമുക്ക് ലോവർ പ്ലീറ്റ് എടുക്കാം. ലോവർ പ്ലീറ്റ് ഇതുപോലെ എടുത്ത ശേഷം ഇതിൻ്റെ ലാസ്റ്റ് പ്ലീറ്റ് വലുതാക്കി എടുക്കുക. ഇതിങ്ങനെ വലുതാക്കി എടുക്കുക. വലുതാക്കി എടുത്തിട്ട് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ പ്ലേസ് ചെയ്യണം. ഓരോ പ്ലീറ്റും ഇതുപോലെ പ്ലേസ് ചെയ്തിട്ട് പിൻ ചെയ്തതിന് ശേഷം ടക്കിൻ ചെയ്യുക. ബാക്കി ലോവർ പ്ലീറ്റ് ഇതുപോലെ അടുക്കി പ്ലീറ്റ് എടുത്ത ശേഷം താഴ്ഭാഗം വരെ ഇതുപോലെ അറേഞ്ച് ചെയ്യുക.
ശേഷം ഇതിൻ്റെ പ്ലീറ്റ് ട്വിസ്റ്റ് ചെയ്യുക. ഒരുമിച്ച് പിടിച്ച ശേഷം ട്വിസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ അപ്പർ പ്ലീറ്റ് ഒന്നുകൂടി അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്ത ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഈ ഭാഗം പിടിച്ചൊന്ന് താഴ്ത്തി കൊടുക്കുക. ഇതുപോലെ ഈ ഭാഗം ഒന്ന് ഇങ്ങനെ താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം നല്ല പെർഫെക്റ്റായിട്ട് ടൈറ്റായ ഫീൽ കിട്ടും. ശേഷം ബോർഡറെല്ലാം ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്യുക. ഇവിടെ ഈ ബോർഡർ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്നുകൂടെ ഒന്ന് എല്ലാ പ്ലീറ്റും നേരെ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു ഫസ്റ്റ് പ്ലീറ്റ് മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്തായിട്ട് ഒന്നുകൂടെ പിൻ ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോർഡറും പ്ലീറ്റും എല്ലാം ഒരു രീതിയിൽ കിട്ടുന്നതാണ്. സൈഡ് പോർഷൻ മറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൻ്റെ ബ്ലൗസിൻ്റെ ഈ പോർഷനിൽ പിൻ ചെയ്യുക. ഇത് ഇവിടെ കൊണ്ടുവച്ചിട്ട് പൊക്കിയിട്ട് പിൻ ചെയ്യരുത്, ഇവിടെ പിൻ ചെയ്യുക. പിന്നെ ഈ സൈഡിൽ ഇവിടെയോ ഈ പോർഷൻ, അതായത് ഇതിൻ്റെ രണ്ടാമത്തെ പ്ലേറ്റ് ഇവിടെ വെച്ച് പിൻ ചെയ്യുമോ, അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഈ പ്ലേറ്റ് ഫ്രണ്ടിലത്തെ ഈ പ്ലീറ്റ് മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് കയറ്റി പിൻ ചെയ്യുകയോ ചെയ്യുക. അതിനുശേഷം ബോർഡർ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിൻ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് അറിയാനും കഴിയില്ല. ഇതൊരു ഈസി ഡ്രൈപ്പിംഗ് രീതിയാണ്. അധികം എഫേർട്ടൊന്നും എടുക്കാതെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. മുന്താണിയുടെ പ്ലീറ്റ് എടുക്കാൻ കൂടുതൽ സമയം എടുക്കുന്നവർ നേരത്തെ തന്നെ മുന്താണിയുടെ താഴ്ഭാഗത്തെ ലെങ്തിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്ത ശേഷം പിൻ ചെയ്തിട്ട് അയൺ ചെയ്ത് നേരത്തെ തന്നെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേമാതിരി പെട്ടെന്ന് എടുത്തെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ലോവർ പ്ലീറ്റും ഇവിടെ ഈ സൈഡ് പ്ലീറ്റിൻ്റെ പിന്ന് കൊടുക്കുന്ന അവിടെ മുതൽ അടുത്ത് നമുക്ക് പ്ലീറ്റ് എത്രത്തോളം വേണോ അത്രയും പോർഷൻ വരെ അളന്ന് വച്ച ശേഷം അതിനകത്ത് ലോവർ പ്ലീറ്റ് എടുത്തിട്ട് പിൻ ചെയ്ത് അയൺ ചെയ്ത് ഉപയോഗിക്കാം. മുന്താണി പ്ലീറ്റ് ചെയ്യേണ്ട രീതിയും മുന്താണി എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം കിട്ടുന്നവർ അതൊന്ന് എടുത്ത് കാണുക. അപ്പോൾ ഇത് പെട്ടെന്ന് ഒന്ന് ഉടുത്തെടുക്കാനുള്ള രീതിയാണ് ഞാനിതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.